മുസ്ലിം സ്ത്രീകൾ പർദ്ദയ്ക്കൊപ്പം ധരിക്കുന്ന മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന നിഖാബിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി മുസ്ലിം രാജ്യമായ കിർഗിസ്ഥാൻ. അക്രമികൾ നിഖാബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും അതേപോലെ തന്നെ ശരീഅത്തിൽ നിഖാബ് നിർബന്ധമല്ല എന്ന വിശദീകരണമാണിപ്പോൾ അതോറിറ്റി നൽകിയിരിക്കുന്നതും. ഇതോടെ തന്നെ മുഖം പൂർണ്ണമായും മറയ്ക്കുന്നവർക്ക് കനത്ത പിഴയും ശിക്ഷയും നൽകുമെന്നാണ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 20,000 രൂപയാണ് പിഴത്തുകയായി വരുന്നത്. ജനുവരിയിൽ കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ സഫ്രോവ് സ്ത്രീകളുടെ ശരീരവും മുഖവും പൂർണ്ണമായും മൂടുന്ന വസ്ത്രങ്ങൾ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കിർഗിസ്ഥാനിലെ സ്ത്രീകൾ പരമ്പരാഗതമായി ബുർഖ ധരിക്കാറില്ല. കൂടാതെ തന്നെ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ നിയമം പ്രധാനമാണ് എന്നാണ് ഈ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ സഹോദരിമാർ നിഖാബ് ധരിക്കുന്നു എന്ന മറവിൽ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കുഴപ്പക്കാർ പൊതുസുരക്ഷാ ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തിരിച്ചറിയപ്പെടാൻ തുറന്ന മുഖത്തോടെ നടക്കേണ്ടത് പ്രധാനമാണ്. മുഫ്തിയാത്ത് ഇങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. മുഫ്തിയാത്ത് സംസ്ഥാനത്തിൽ നിന്ന് നയതന്ത്രമായി സ്വതന്ത്രമാണ് എങ്കിലും അതിൻ്റെ വേരുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ മതഘടനകളിലാണ്. അവ പലപ്പോഴും മതപരമായ ആവിഷ്കാരത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഈ നടപടി ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം പല രാജ്യങ്ങളിലും ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രങ്ങൾക്ക് പല രീതിയിലുമുള്ള വിലക്കും നിരോധനവും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിലുള്ള മുഖാവരണം അഥവാ നിഖാബ് ധരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടിയുമായി ഇക്കഴിഞ്ഞ മാസങ്ങളിലാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം രംഗത്ത് വന്നതും. രാജ്യത്തെ ഗതാഗത നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ നിഖാബോ ബുർഖയോ ധരിക്കുന്നതിന് വിലക്ക് നിലവിലുണ്ട് എന്നും മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നു. വിലക്ക് ലംഘിച്ചാൽ 30 മുതൽ 50 കുവൈറ്റ് ദിനാർ വരെ പിഴ ഈടാക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. കേസിന് മുൻപുള്ള അനുരഞ്ജന പദ്ധതി പ്രകാരം ഈടാക്കുന്ന തുക 15 ദിനാറായി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമ ലംഘനത്തിന് തടവ് ശിക്ഷയില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള നിഖാബ് ധരിക്കുന്നത് ഡ്രൈവറുടെ കാഴ്ചയെയും അതുപോലെ തന്നെ ഏകാഗ്രതയെയും തടസ്സപ്പെടുത്തുകയും അതുവഴി വാഹന അപകടങ്ങൾ അതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പുതിയൊരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതും. അതിനു പുറമെ തന്നെ നിഖാബ് ധരിക്കുമ്പോൾ ഡ്രൈവറുടെ കണ്ണൊഴികെയുള്ള മുഖഭാഗങ്ങൾ മറയുന്നതിനാൽ തന്നെ നിരീക്ഷണ ക്യാമറകളുടെ അതുപോലെ ഡ്രൈവർമാരെ അതിലൂടെ തിരിച്ചറിയാൻ അത് പ്രയാസകരമാണ് എന്നും ഇത്തരം തീരുമാനത്തിന് കാരണമായി മന്ത്രാലയം വ്യക്തമാക്കുന്നത്. രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെക്കാലമായി നേരിടുന്ന ഒരു വെല്ലുവിളിയായിരുന്നു ഇത്. പുതിയ നിയന്ത്രണം നിലവിൽ വന്നതോടുകൂടി തന്നെ ഗതാഗത നിയമ നിർവഹണവും ഗതാഗത നിരീക്ഷണവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ്. മുഖം മറയ്ക്കുന്നത് ഡ്രൈവർമാരെ തിരിച്ചറിയുന്നതിന് പോലീസിന് ബുദ്ധിമുട്ടായതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങളിലാണ് ഈ ഒരു നടപടി ആദ്യം നടപ്പിലാക്കിയതെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആവശ്യമായ സന്ദർഭങ്ങളിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡ്രൈവറുടെ ഐഡന്റിറ്റി പരിശോധിക്കുകയാണ് നിലവിൽ സ്വീകരിച്ചു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നിയമപാലനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നും അധികൃതർ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതേ തുടർന്നുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നവർക്ക് നിഖാബ് വിലക്കുന്ന നിയമം കർശനമായി തന്നെ നടപ്പിലാക്കാൻ അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതും. ചില കുറ്റവാളികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിക്കാൻ നിഖാബ് ധരിക്കാനുള്ള സാധ്യതയും അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പുതിയ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് കിർഗിസ്ഥാനിലെയും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.